രാംദേവരാജ്, ഇതിപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ വിനു എന്ന് കോടതി ചോദിക്കുകയല്ലേ ചെയ്തത്. അല്ലാതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് കൂടി കോടതി പറയുമ്പോൾ അത് ഇത്തരത്തിൽ വോട്ടില്ലാതെ സ്ഥാനാർത്ഥികളായി മാറിയവർക്കെല്ലാമുള്ള മുന്നറിയിപ്പായി മാറുകയല്ലേ. ഇനി കോടതിയിലേക്ക് പോയിട്ടും കാര്യമില്ല എന്ന ഒരു ധ്വനി കൂടിയുണ്ടോ ഇന്നത്തെ പരാമർശങ്ങൾക്ക്? സുജയ്, ഇതിൽ എല്ലാ ധ്വനിയും ഉൾപ്പെടുന്നതാണ് കോടതിയുടെ നടപടികളെന്ന് കോടതിയുടെ നടപടികൾ വീക്ഷിച്ച ഒരാൾ എന്ന നിലയിൽ മനസ്സിലാകും. കാരണം കടുത്ത വിമർശനം, പരിഹാസം ഒക്കെയുണ്ട്, മുന്നറിയിപ്പ് ഒക്കെയുണ്ട്. മാത്രമല്ല, ആത്യന്തികമായി ചെയ്യേണ്ടത് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആദ്യം സുജയ് സൂചിപ്പിച്ചതുപോലെ തന്നെ വോട്ടർ പട്ടിക പരിശോധിക്കുക എന്നതാണ്. ആ പ്രാഥമികമായ കടമ നിർവഹിക്കാതെയാണ് VM വിനു ഹൈക്കോടതിയിലേക്ക് എത്തിയത് എന്നത് കഴിഞ്ഞ ദിവസത്തെ മുട്ടടയിലെ UDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ വിധിയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് VM വിനു ഹൈക്കോടതിയിലേക്ക് എത്തിയത് എന്നതുകൂടി ഹൈക്കോടതിക്ക് മനസ്സിലായി. അതാണ് ഹൈക്കോടതി ഇന്ന് VM വിനുവിന്റെ അഭിഭാഷകന്റെ വാദങ്ങളെല്ലാം കടുത്ത ഭാഷകളിൽ വിമർശിച്ചത്. ശരിക്കും കുടഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാനും കഴിയും. VM വിനുവിന്റെ അഭിഭാഷകന്റെ വാദങ്ങൾ ആരംഭിക്കുന്നത് താനൊരു സെലിബ്രിറ്റിയും അറിയപ്പെടുന്ന അഭിഭാഷകനുമാണ് എന്നതായിരുന്നു അഭിഭാഷകൻ ഉയർത്തിയ ആദ്യത്തെ വാദം. ഇതിലാണ് സെലിബ്രിറ്റിക്ക് പ്രത്യേക പരിഗണനയില്ല എന്ന് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് തുടക്കത്തിലെ തന്നെ മറുപടിയായി നൽകുന്നത്. സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രം അനുകൂലമായ ഒരു ഉത്തരവും നൽകാനാവില്ല. സെലിബ്രിറ്റികൾക്കും സാധാരണ പൗരന്മാർക്കും ഒരേ നിയമമാണ്. താങ്കൾ ഈ രാജ്യത്തെ പൗരനല്ലേ എന്ന കാര്യവും കൂടി ഹൈക്കോടതി ചോദിക്കുന്നു. മാത്രമല്ല, VM വിനു പ്രതിദിനം പത്രങ്ങളൊന്നും വായിക്കാറില്ലേ എന്ന കാര്യവും കൂടിയാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. ഇതിൽ ഒരു കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നു, അതിൽ ആക്ഷേപങ്ങളുണ്ടെങ്കിൽ അറിയിക്കാൻ അവസരം നൽകുന്നു. ഇതൊന്നും പത്രങ്ങളിലൂടെ, മാധ്യമങ്ങളിലൂടെ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ എന്ന ചോദ്യമാണ് ഹൈക്കോടതി ഉന്നയിക്കുന്നത്. ഈ ചോദ്യങ്ങളൊക്കെ VM വിനുവിനെതിരെ മാത്രമല്ല, അത് കോൺഗ്രസ് പാർട്ടി മേയർ സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടിയ ഒരാളോട് ചോദിക്കുമ്പോൾ അത് കോൺഗ്രസിന് നേരെയുള്ള ചോദ്യം കൂടിയായി മാറുകയാണ്. താങ്ക് യു ശ്യാംദേവരാജ്. ഞാൻ ദീപക് മലയമ്മയിലേക്ക് ഒന്ന് പോകുന്നു. ഗുഡ് ഈവനിംഗ് ദീപക് മലയമ്മ. പ്ലാൻ ബി ഉണ്ടെന്ന് പ്രവീൺ കുമാർ പറയുന്നത് കേട്ടു. ആ പ്ലാൻ ബിയെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഇന്നലെ തന്നെ തുടങ്ങിയോ? ആരൊക്കെയാണ് ഇപ്പോൾ സാധ്യതാ പട്ടികയിൽ ഉള്ളത്? VM വിനു ഇനി എന്ത് ചെയ്യും? സുജയ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്ലാൻ ബി എന്താണ് എന്നുള്ളത് അത് സർപ്രൈസായി പുറത്തുവിടാം എന്നുള്ളതാണ് പ്രവീൺ കുമാർ പറയുന്നത്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് UK കുമാരൻ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ ഈ പരിഗണനയിലുണ്ട് എന്നുള്ള ചില വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അതായത് ഒരു സെലിബ്രിറ്റി പോയാൽ സെലിബ്രിറ്റി പരിവേഷമുള്ള മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരിക എന്നുള്ള ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് പോകുമോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ പ്രാദേശികമായി അവിടെയുള്ള കോൺഗ്രസ് നേതാക്കളെ കൂടി പരിഗണനാ പട്ടികയിലേക്ക് കൊണ്ടുവരുന്ന ചില വിവരങ്ങളും പല മേഖലകളിൽ നിന്ന് വരുന്നുണ്ട്. അതിലൊന്ന് നിലവിലെ കൗൺസിലറായിട്ടുള്ള MC സുധാമണിയാണ്, മറ്റൊന്ന് മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള കാളക്കണ്ടി ബൈജു ആണ്. ഇങ്ങനെയുള്ള ആളുകളുടെ പേരുകളൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച മേയർ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കാണ് കല്ലായിലേക്ക് VM വിനുവിനെ കൊണ്ടുവരുന്നത്. പക്ഷേ അത് പാടെ പാളിപ്പോകുന്ന സാഹചര്യമുണ്ടായി. ഇതുവരെ ഇപ്പോഴും ആവർത്തിക്കുന്നത് 2020 വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം വിനു പറഞ്ഞു എന്നാണ് DCC പ്രസിഡന്റ് പറയുന്നത്. പക്ഷേ അത് ശരിയല്ല എന്നുള്ളത് തെളിയിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. എന്നിട്ട് പോലും വീണ്ടും അത് ആവർത്തിക്കുകയാണ്. അപ്പോൾ അല്പം ക്ഷീണമുണ്ട്. പക്ഷേ ആ ക്ഷീണം അകറ്റണമെങ്കിൽ കൃത്യമായി ആളുകൾ അറിയുന്ന, കൂടുതൽ വ്യക്തതയോടുകൂടി പ്രചാരണത്തിലേക്ക് ഇറങ്ങാൻ കഴിയുന്ന ഒരാളെ തന്നെ കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് ഇന്നിപ്പോൾ കോർ കമ്മിറ്റി ചേർന്ന് നാളേക്ക് ആരുടെ പേര് പ്രഖ്യാപിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. കല്ലായിലേക്ക് നേരത്തെ തന്നെ ചില പ്രതിഷേധങ്ങളൊക്കെ VM വിനു വന്ന ഘട്ടത്തിൽ ഉണ്ടായതാണ്. പിന്നീട് പക്ഷേ VM വിനു ഒരു നിയമസഭാ സ്ഥാനാർത്ഥി വരുന്നത് പോലെയാണ് ഞങ്ങൾ കണ്ടത്. അതുകൊണ്ട് ആ നിലയ്ക്കുള്ള സ്വീകരണം നൽകി എന്ന പ്രാദേശിക കോൺഗ്രസ് നേതൃത്വമൊക്കെ പിന്നീട് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം കൈവിട്ടു പോകുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ഒരു പ്രതിരോധം എന്നുള്ള നിലയ്ക്ക് CPM ഒക്കെ പറയുന്ന കാര്യങ്ങളോട് അതിന് മറുപടിയായി എന്തൊക്കെ പറഞ്ഞു നിൽക്കാൻ കഴിയും എന്നുള്ളത് കൂടി കോൺഗ്രസിന് ആലോചിക്കേണ്ടി വരും. പ്രത്യേകിച്ച് VM വിനു ഒരു സാംസ്കാരിക നായകനൊക്കെ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനെ അപമാനിച്ച് വിട്ടു കോൺഗ്രസ്. അതുകൊണ്ട് കോൺഗ്രസും ചെന്നിത്തലയും ഒക്കെ മാപ്പ് പറയണം എന്നുള്ള നിലപാടൊക്കെയാണ് CPM ഇതിനോടകം തന്നെ ഉയർത്തിയിട്ടുള്ളത്. ഒരു വോട്ടുണ്ടോ എന്ന് പോലും നോക്കാൻ കഴിയാത്ത നിലയിലേക്ക് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം തകർന്നു എന്നടക്കമുള്ള ആക്ഷേപങ്ങളും CPM അടക്കം ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനെയൊക്കെ നിലംപരിശാക്കുന്ന തരത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ കഴിയുമോ, അതിന് കോർ കമ്മിറ്റി ആ ഒരു രൂപം നൽകുമോ എന്നൊക്കെയുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. സുജയ, ഇപ്പോൾ ദീപക് മലയമ്മയെ കാണുമ്പോൾ ആ ബാലേട്ടറിലെ പാട്ട് എനിക്കൊന്ന് ഓർമ്മ വരികയായിരുന്നു. അത് ഇപ്പോൾ എതിർ സ്ഥാനാർത്ഥികൾ ആ പാട്ടൊക്കെ ഇട്ടുള്ള റീൽസ് ഒക്കെ ഇനി ഇറക്കമായിരിക്കും അല്ലേ? VM വിനുവിന്റെ തന്നെ ചിത്രമാണല്ലോ. മൺവിള കൂതിയില്ലേ എന്നുള്ള വരിയൊക്കെ അതിലുണ്ട് താനും. അതെ, അതുണ്ട്. അതുപോലെ തന്നെ മമ്മൂട്ടി തന്നെ നായകനായിട്ടുള്ള വേഷം സിനിമയുടെ പോസ്റ്ററുകളൊക്കെ പല ഭാഗത്തും ഉയർന്നു കാണുന്നുണ്ട്. അങ്ങനെ പലതും ഉണ്ട്. എന്തായാലും വോട്ടില്ലാത്ത സ്ഥാനാർത്ഥികൾ ഇത് മാത്രമല്ല, നമ്മുടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നല്ലോ, അവരുടെ കാര്യത്തിൽ എന്തായി തീരുമാനം? അതിനും പകരം സ്ഥാനാർത്ഥിയായോ?
അതെ, മെഡിക്കൽ കോളേജിലാണ് ബിന്ദുവാണ് സ്ഥാനാർത്ഥിയായി വന്നിരുന്നത്. പക്ഷേ പിന്നീട് അത് കോടതിയിലേക്കോ അങ്ങനെയൊന്നും പോകുന്ന കാര്യം ഉണ്ടായില്ല. ഇന്നിപ്പോൾ രമ്യ എന്ന് പറയുന്ന ഒരാളെ സ്ഥാനാർത്ഥിയായി DCC പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഇനിയിപ്പോൾ വീണ്ടും ഒരു അടികൂടി താങ്ങാനുള്ള ശേഷിയില്ല എന്നുള്ള നിലയ്ക്കാണ് ആ സ്ഥാനാർത്ഥിത്വം ഇന്ന് പ്രഖ്യാപിച്ചത്. പക്ഷേ VM വിനുവിനെ സ്ഥാനാർത്ഥിയാക്കിയ ഈ വാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കല്ലായിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ കുറച്ചുകൂടി പരിഗണനയുള്ള ആൾ വേണം എന്നുള്ളത് കൊണ്ടാണ് ഒരു പക്ഷേ കോർ കമ്മിറ്റി എന്നുള്ള തലത്തിലേക്ക് പോകുന്നത്. അതിന് ഇനിയിപ്പോൾ CPIM-ന്റെ നീക്കം എന്താണ്? VM വിനുവിന് മത്സരിക്കാൻ സാധിക്കില്ല. ഇവിടെ ഇപ്പോൾ മെഹബൂബിന്റെ ഒക്കെ ഇന്നലത്തെ പ്രതികരണം സ്വന്തമായി വോട്ടില്ലേ, അത് നോക്കിയില്ലേ എന്നൊക്കെ ആയിരുന്നു. ഇപ്പോൾ VM വിനു മത്സരിക്കില്ല എന്ന് കാണുമ്പോൾ നിരാശനായി മാറുന്ന VM വിനുവിനെ കോൺഗ്രസിൽ തന്നെ നിർത്തുമോ അതോ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമോ? അങ്ങനെയുള്ള നീക്കങ്ങൾ എന്തെങ്കിലും അണിയറയിൽ നടക്കുന്നുണ്ടോ ദീപക്? അതിൽ നിന്ന് രണ്ട് പ്രതികരണങ്ങളാണ് സുജയ വന്നിട്ടുള്ളത്. ഒന്ന്, മുൻ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള മോഹൻ മാഷ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഒരു നിലപാട് പറയട്ടെ, ആ നിലപാടിനനുസരിച്ച് ഞങ്ങളൊന്ന് ആലോചിക്കാമെന്നുള്ള ഒരു സമീപനം അദ്ദേഹം സ്വീകരിക്കുന്നു. അതേസമയം തന്നെ നിലവിലെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള M മെഹബൂബ് പറയുന്നത് നിലവിലെ അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യമില്ല, അദ്ദേഹത്തിന് വോട്ടില്ലല്ലോ എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ അദ്ദേഹം വോട്ടൊക്കെ ആയി കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ നിലപാടിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരികയാണെങ്കിൽ ആ പാർട്ടി സ്വീകരിക്കുമോ എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല. എന്തായാലും നിലവിൽ വോട്ടില്ലാത്തയാളാണ്, കൃത്യമായി കാര്യങ്ങൾ പരിശോധിക്കാത്തയാളാണ്, ഒപ്പം തന്നെ കോൺഗ്രസ് അപമാനിച്ചിരിക്കുന്ന ഒരാളാണ്. രമേശ് ചെന്നിത്തല അടക്കം വന്ന് സമ്മർദ്ദം ചെലുത്തിയാണ് ഇദ്ദേഹം സ്ഥാനാർത്ഥിയായത്. അതുകൊണ്ട് അങ്ങനെ ഒരാളെ അപമാനിച്ച് നിങ്ങൾ നിർത്തിയിരിക്കുകയല്ലേ എന്നുള്ള ചോദ്യം. പക്ഷേ ഇവരൊക്കെ ഇങ്ങനെ ഒരാളെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ, പ്രതീക്ഷ നൽകി കൊണ്ടുപോകുമ്പോൾ, അദ്ദേഹം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ തൊഴിലെന്ന് പറയുന്നത് സിനിമാ മേഖലയാണ്. അപ്പോൾ ഈ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമയാസമയങ്ങളിൽ നോക്കിയില്ല എന്ന് വരും. കോടതി പറഞ്ഞിട്ടുണ്ട് സെലിബ്രിറ്റി ആണെങ്കിലും ഇതൊക്കെ നോക്കണമെന്ന്. പക്ഷെ അദ്ദേഹം നോക്കിയില്ല, പോട്ടെ. പക്ഷേ ഈ വിളിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ ഇത് നോക്കിയില്ലല്ലോ. അതിനുള്ള മറുപടി അവർ പറയണ്ടേ? അല്ലാതെ എല്ലാം VM വിനുവിന്റെ തലയിൽ മാത്രം ഇട്ടാൽ എന്താണ്, എങ്ങനെയാണോ കാര്യങ്ങളൊക്കെ നീക്കേണ്ടത്? നിങ്ങൾ ഒരാളെ വിളിച്ചുകൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അയാൾക്ക് സഹായമൊക്കെ ചെയ്തു കൊടുത്ത് ഇപ്പോൾ എന്തായാലും സ്ഥാനാർത്ഥിയായില്ല. നമ്മുടെ പല കമന്റുകളും വരുന്നുണ്ട്. താങ്ക് യു ദീപക് മലയമ്മ. ഇനിയിപ്പോൾ കളിയാക്കിക്കൊണ്ടുള്ള കമന്റുകളൊന്നും ഞാൻ വായിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട തൊഴിൽ, അതുമായി ബന്ധപ്പെട്ടുള്ള കമന്റുകളൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആരെയും പരിഹസിക്കാനൊന്നുമില്ല. അദ്ദേഹത്തിന് ഒരു പറ്റുപറ്റി, അതെന്തായാലും എല്ലാവരും അറിയുകയും ചെയ്ത ഒരു വലിയ പറ്റായിപ്പോയി എന്ന് മാത്രം.